ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയെ വലിയൊരു കെണിയിലേക്കായിട്ട് തള്ളിവിടാൻ ഒരുങ്ങിയിരിക്കുകയല്ലേ മഹിമയുടെ കുതന്ത്രം അനുസരിച്ച് സച്ചിയെയും സുധിയെയും തമ്മിൽ തെറ്റിക്കുക, അതുപ്രകാരം തൻ്റെ മകളെയും മരുമകനെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊക്കെ ഒരു ചെറിയ തന്ത്രത്തോട് കൂടിയിട്ടാണ് ആ AC തിരികെ കടയിലേക്ക് കൊണ്ട് കൊടുക്കുന്നത്. മഹിമ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവർക്കിടയിൽ അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതേ നല്ല രീതിയിൽ തന്നെ സൗമ്യതയോട് കൂടി തന്നെ സംസാരിച്ച് രവി ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ പോകുന്ന സമയത്താണ് നമ്മുടെ രേവതിക്ക് ഒരു പനി വരുന്നത്. രേവതിക്ക് പനി വരുന്ന സമയത്ത് സച്ചി നിർബന്ധിച്ച് തന്നെ നമ്മുടെ ശ്രുതിയുടെ റൂമിൽ കൊണ്ട് കടത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന ശ്രുതി ഭയങ്കര ക്ഷീണത്തോടു കൂടി തന്നെ കട്ടിലിൽ പോയി കിടക്കാനൊരുങ്ങുന്ന സമയത്താണ് രേവതി അവിടെ കാണുന്നത്. വളരെ ദേഷ്യത്തോടുകൂടി തന്നെ ശ്രുതി തിരികെ വന്നതിന് ശേഷം ഹാളിൽ കടന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം തന്നെ ചന്ദ്രയെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് രേവതി ഇങ്ങനെ റൂമിൽ കടന്നുറങ്ങുകയാണെന്ന് അറിയുന്നത്. വേഗം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം രേവതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം തന്നെ രേവതിക്ക് മെഡിസിനൊക്കെ മേടിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സച്ചിനെ കാണുന്ന സമയത്ത് തന്നെ ചന്ദ്ര ഒരു നിമിഷം ഒന്ന് പതറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, രേവതിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളോട് അവിടെ കടക്കാൻ പറയുന്നത്, അത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് രേവതി അവിടെ പോയി കടന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് രവി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചന്ദ്ര, രേവതി മോൾക്ക് എന്തൊരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ ഒരു സമയത്ത് പോയി കിടന്നത്. നീ എന്ത് കാര്യത്തിന് അവളെ വിളിച്ചിരുന്നപ്പോൾ നിന്നോട് ഞാൻ എഴുന്നേൽപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാം ഇവളുടെ കള്ളത്തരമാണ്, പഠിച്ച കള്ളിയാണെന്നൊക്കെയാണ് ചന്ദ്ര പറയാണ്ട്. സഹിക്കട്ടെ എന്ന് രവി ചന്ദ്രയോടായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അതിനുശേഷം രാത്രി കിടക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് കേട്ടോ ഇത് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ രേവതിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ രേവതിയെ റൂമിൽ കടത്തണമെന്ന് മാത്രമല്ല, അച്ചമ്മ പറഞ്ഞ പ്രകാരം ഈ ഒരാഴ്ച താനും രേവതിയും ശ്രുതിയുടെ റൂമിലാണ് കിടക്കേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി അത് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം നമ്മുടെ രവിയായിട്ട് പറയുന്നുണ്ട്. രവി പറയുന്നത് എങ്ങനെയാണ്, എന്തായാലും റൂം എന്തായാലും ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ പണിയും കാര്യങ്ങളും നടക്കുക. ഇന്നത്തെ ദിവസം രേവതി മോളെ എന്തായാലും നിലത്ത് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രവി പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം രേവതി മോള് ചന്ദ്രയുടെ കൂടെ റൂമിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ചന്ദ്ര വിസമ്മതിക്കുന്നുണ്ട്. എന്നാൽ രവിയുടെ നിർബന്ധപ്രകാരം തന്നെ രേവതിയെ റൂമിലേക്ക് വിടുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്നാൽ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ ശ്രുതിയും കിടക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയും ചന്ദ്രയും രേവതിയുമാണ് അന്നേ ദിവസം ആ ഒരു റൂമിൽ കിടക്കുന്ന. അപ്പുറത്തെ മുറിയിലായിട്ട് സച്ചിയും ശ്രുതിയും രവിയും കൂടിയായിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ശ്രുതി രവിയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ നേരത്തെ ഭയങ്കര കൂർക്കമ്മലിയായിരുന്നു, ആ കൂർക്കമ്മലി സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അമ്മയുടെ കൂടെ പോയി കിടന്നത്, എനിക്ക് ചെറിയ ഒച്ചമ്പാടും ബഹളം കേട്ട് കഴിഞ്ഞാൽ ഉറക്കം വരികയില്ല അച്ഛ എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ കൂർക്കം വലിക്കുക, അച്ഛൻ അവൾ വെറുതെ AC റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവിട്ട് ആട്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷിപ്പണികൾ അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യുന്നല്ലേ, അതിൻ്റെ ക്ഷീണം അച്ഛനുണ്ടോ, അച്ഛൻ നല്ല രീതിയിൽ തന്നെ കൂർക്കം വലിച്ചോളം പറയാനായിട്ട്. അങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ സച്ചി പഴയ കാര്യങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്തും ശ്രുതിക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അവസാനം സൈകിട്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, എടാ ഒന്ന് നിർത്തട സച്ചി എന്ന് പറയുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ സച്ചിയും വർത്തമാനം പറഞ്ഞ് ഉറങ്ങിപ്പോവാൻ കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ രവി കൂർക്കമ്പലി തുടങ്ങുന്നത്. രവിയുടെ കൂർക്കമ്പലി കാരണം നമ്മുടെ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ തൊട്ടപ്പുറത്തെ മുറിയിലാകട്ടെ രേവതി നിലത്ത് പാവിരിച്ചാണ് കിടക്കുന്നത്. ചന്ദ്രയുടെ കൂടെ കടന്നിറങ്ങുന്നത് ശ്രുതിയാണ് കേട്ടോ. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര വന്യായ കൂർക്കമ്പലിയാണ്. ചന്ദ്രയെ പതുക്കെ തട്ടി വിളക്കാനൊക്കെ ശ്രുതി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മുഖത്തേക്ക് പുറപ്പൊക്കെ വലിച്ചിടുകയും ശ്രുതിനെ കണ്ട് പറ്റാവുന്ന രീതിക്കെല്ലാം തന്നെ നമ്മുടെ ചന്ദ്രയുടെ കൂർക്കമ്പലി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഇതൊന്നും തന്നെ അറിയുന്നില്ല കേട്ടോ. അവസാനം ശ്രുതിയും സൈകിട്ടിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഹാളിൽ ശ്രുതി ഇരിപ്പുണ്ടാവും. ശ്രുതിയും കൂടിയിട്ടാണ് അന്നേ ദിവസം രാത്രിക്ക് താഴത്ത് പായം വിരിച്ച് കടന്നിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രയും രവിയും മുഖേന തന്നെ ശ്രുതിയും ആ റൂമിൽ നിന്ന് പുറത്തു വരുന്നൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.